ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പുളിയിഞ്ചി കേട്ടോ. നമ്മൾ ഊണിൻ്റെ കൂടെയും പിന്നെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് പുളിയിഞ്ചി. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കട്ടോ. നല്ലൊരു ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, പുളി, ശർക്കര, വേപ്പില, വെളുത്തുള്ളി ഇതൊക്കെയാണ് കേട്ടോ ഇതിക്ക് വേണ്ടത്. അങ്ങനെ ഞാനിതൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വയ്ക്കുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇട്ടത്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ടേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ നമ്മളൊന്ന് സപ്പോർട്ടാക്കണേ. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി പുളിയിഞ്ചി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാൻ കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, ശർക്കര, പുളി, വേപ്പില. ഈ ഇൻഗ്രീഡിയൻസാണ് ഇതിക്ക് വേണ്ടത്. കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയും വേണം. ഇതൊക്കെ കൂടെ ഉണ്ടാക്കിയാണ്ട് ഈ പുളിയിഞ്ചി ഉണ്ടെങ്കിൽ വേറൊരു കൂട്ടാനും വേണ്ട ചോറ് വെച്ചാൽ. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ നോക്കട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുക്, ഒരു കറിവേപ്പിലൻ്റെ തണ്ട്, പിന്നെ ഒരു നെല്ലിക്കനോളം വലിപ്പത്തിൽ കുറച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് പുളി ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 വലിയ വാളൻപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു ശർക്കര, ഒരു 10 വെളുത്തുള്ളി, ഒരു ഇഞ്ചിൻ്റെ കഷ്ണം ചെറുതാക്കി നുറുക്കിയത്. ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കട്ടെ ആദ്യം. എന്നാൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ എളുപ്പമുണ്ട്. ഞാൻ ചട്ടി തീമച്ചിട്ടേ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി നല്ലോണം ചൂടായിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോൾ നിങ്ങൾ കടുകിട്ട് കൊടുത്താൽ മതി കേട്ടോ. പുളിയിഞ്ചി പല ഐറ്റത്തിലും ഉണ്ടാക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കണത്. മുന്തിരി കൊണ്ട് ഉണ്ടാക്കും, ഈത്തപ്പഴം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇതിപ്പോൾ നമുക്ക് കല്യാണക്കുടിയിൽ നിന്നൊക്കെ കിട്ടുന്ന പുളിയിഞ്ചി ഉണ്ടല്ലോ, സദ്യയിലൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ അതേ പുളിയിഞ്ചി കേട്ടോ. ഇത് എത്ര ദിവസം വേണേലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഉണ്ടാക്കി വെച്ചാൽ കേടാവുകയില്ല. അങ്ങനെ കടുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോഴേ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് ചോന്ന് വരണം കേട്ടോ. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ചോന്ന് വരട്ടെ, അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് ചോന്ന് വന്നോട്ടെ. ഇപ്പോൾ ഇതിക്ക് പച്ചമുളക് വേണമെങ്കിൽ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിക്ക് പച്ചമുളക് ഇട്ടിട്ടില്ല, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ കൂട്ടണമെങ്കിൽ എരിവ് അധികമായിരിക്കും, അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി ഇട്ടത്. അത്യാവശ്യത്തിന് എരി ഉണ്ടേനും ഇഞ്ചിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. കാശ്മീരി ചില്ലി ഇട്ടു കേട്ടോ. ഒരു നുള്ളു മുളകും പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി നന്നായി വഴന്ന് വരുമ്പോൾ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, സാദാ മുളകും പൊടിയല്ല, കാശ്മീരി പിരിയൻ മുളക് പൊടി കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ലോണം ഒന്ന് ചോന്ന് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം ചോന്ന് വരണം കേട്ടോ. കരിഞ്ഞ് പോകരുത്. ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ആ എണ്ണയിൽ കടന്ന് നല്ലോണം മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം പോകണം കേട്ടോ. ഇളം ബ്രൗൺ കളറാണോ, നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കറിവേപ്പിൻ്റെ തണ്ടിടും. പിന്നെ നമുക്ക് വാളൻപുളി നമ്മൾ നല്ലോണം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളത്തിലിട്ടേക്കണം കേട്ടോ വാളൻപുളി. അപ്പോൾ നല്ലോണം അതിൻ്റെ കൊഴുപ്പൊക്കെ കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പുളി തിരുമ്മി പിന്നീട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് 2 വാളൻപുളിയാണ് ഇട്ടിക്കണത്. അതും കൂടി തിരുമ്മി പിഴിഞ്ഞിട്ട് അതിൻ്റെ കരടൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ്, അത് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം തിളച്ച് വരട്ടെ. അത്യാവശ്യത്തിന് ഇതിൽ പുളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പുളി ഉപ്പിട്ട് വെച്ചിനെ നമ്മൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് വെച്ചിനെ പുളിയാണ്. അപ്പം അധികം ഉപ്പ് ചേർക്കണ്ട, കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് കേട്ടോ.
ഇനി ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോഴേ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അതൊക്കെ നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം. നല്ലോണം തിളച്ച് വരട്ടെ. സാമ്പാറും ചോറും നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാട്ടോ ഈ പുളിയിഞ്ചി. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടി നല്ലതാണ് കഴിക്കാൻ. ഈ സദാ ചോറിൻ്റെ കൂടിയും തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ട്. ഞാൻ നോക്കുമ്പോൾ പുളിയിൽ ഉപ്പുണ്ടായിരുന്നു. നമുക്കേ ഞാൻ അപ്പോൾ ഇങ്ങനത്തെ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ശർക്കര ഈ കടന്നങ്ങാണ്ട് ഉരുകിക്കോളും. ചെറിയ തീയിൽ കടന്നങ്ങാണ്ട് പൊടിച്ചു വേണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുത്തോളൂ. ഇനി അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അത് ഉരുകിക്കോളും. ഇതിപ്പോൾ ഈ കരിപ്പട്ടീൻ്റെ ശർക്കര കേട്ടോ. അത് നല്ല ടേസ്റ്റ്. അതിൽ കരടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കരടുള്ള ശർക്കര ആണെങ്കിൽ അരിച്ചുങ്ങാണ്ട് വേറെ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതും കൂടി ഇട്ടപ്പോഴേ ഇതിൻ്റെ കളർ നോക്കുകയാണ് നിങ്ങൾ. നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ പാകമാണ്. പുളിയും മധുരം. ഉണ്ടാക്കിയ നേരത്തെ തന്നെ കഴിക്കരുത് കേട്ടോ. ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ തന്നെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെങ്കിൽ പിറ്റേ ദിവസം കഴിക്കണം. അപ്പോഴേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മളെ പുളിയിഞ്ചിയൊക്കെ അടിപൊളിയായി വരുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ നമ്മളെ പുളിയിഞ്ചിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് കേട്ടോ. ആ ശർക്കരയും പിന്നെ പിരിയൻ മുളക് പൊടിയും ആ ഇഞ്ചിൻ്റെ ആ വെളുത്തുള്ളിയും വേപ്പിൻ്റെയും പുളിയും ഒക്കെ പാടങ്ങോട്ട് കൂടിയപ്പോഴേ നല്ലൊരു ടേസ്റ്റാട്ടോ. അല്ലേ, അടിപൊളി ടേസ്റ്റാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടും വീഡിയോ ഇഷ്ടമായാൽ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ടും. നിങ്ങൾ വീട്ടിൽ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എത്ര ദിവസമാണെങ്കിലും നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാം. നല്ല ടേസ്റ്റാണ്.
നമ്മളെ പുളിയഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ച്.